സാറിപ്പം കോട്ടയത്തല്ലേ? ആ, ഇന്ന് പോവും. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. കാണണം. ഓട്ടോ ഉണ്ട്. ഉളുന്താണ് കണ്ണിയോ? എടാ അച്ചായോ, നീ അങ്ങ് ഏഷ്യയുടെ അപ്പൂനെ പോലെ ആയല്ലോ. അവന്റെ ഒരു തടിയും വയറും. ഐശ്വര്യമുള്ള പെമ്പിള്ളാര് വെച്ച് വിളമ്പി തന്ന ഇങ്ങനെ. ആ, അതിരിക്കട്ടെ. നീ എപ്പോ വന്നു? ഞാൻ ഇന്നലെ ലാൻഡ് ചെയ്തു. ആലിസ് മോളും? ആ, അവളെ മോളെ വീട്ടിൽ കൊണ്ടാക്കി. പ്രൊഡക്ഷൻ നമ്പർ 2. ഇത്ര പെട്ടെന്ന്? ഈ സണ്ണിക്കുട്ടിയുടെ കാര്യമൊക്കെ പിങ് പിങ് നടക്കും. ആവുന്ന കാലത്ത് വേണ്ടുന്ന പണിയൊക്കെ കഴിച്ചു വെച്ചാൽ വയസ്സുകാലത്ത് താങ്ങാൻ പിള്ളേരെങ്കിലും കാണും. ആട്ടെ, നീ എത്ര ദിവസം അവിടെ കാണും? ആ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആ പാടെ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു അവള് പറയാൻ കയറുമ്പോഴാ. അപ്പോ ഇത്തവണത്തെ നിന്റെ എഴുന്നള്ളത്ത് നമുക്കങ്ങ് വേഷ ആഘോഷിക്കണം. എന്താ? ഷെറീഫും വരുന്നുണ്ട്. കത്തുണ്ടായിരുന്നു. ആ, എനിക്ക് എഴുതിയിരുന്നു. ഏതായാലും അവൻ വരുന്ന നന്നായി. പാവം ആ പെങ്കൊച്ചു രക്ഷപ്പെട്ടു. ഏത് പെങ്കൊച്ചു? ഈട അവന്റെ കെട്ടിയോളന്ന് കെട്ടിക്കൊണ്ടിട്ടു പോയി പോക്കില്ലേ. ആ, അതുകൊണ്ടെന്താ? വേണ്ടത്ര പണമല്ലേ? പണം കൊണ്ട് എല്ലാം ആയോ? ഭർത്താവ് അരിയില്ലാത്ത സുന്ദരിയായ ഭാര്യയുടെ ഫിങ് ഫിങ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ, ബൈ ദ വേ, നിനക്കും കുട്ടിയാളിക്കേക്കും വിസയ്ക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് അവ എഴുതിയിരുന്നു. ഞാനും ആ പ്രതീക്ഷയിലാണ്. ധൈര്യമായിരടാ, എല്ലാം അവ ശരിയായിക്കൊണ്ട് വരും. പക്ഷെ കുട്ടിയാലിക്ക് ധൃതി പിടിച്ച് എവിടെയൊക്കെയോ ചെന്ന് വീഴുന്നുണ്ട്. ഇന്ന് നമുക്ക് രണ്ടാലൊന്നറിയാം. ഈ സൈക്കിൾ ഇല്ലായിരുന്നെങ്കിലേ കാലിന്റെ മുട്ട് വരെ തേങ്ങനെ. നമ്മുടെ കുട്ടിയാലിക്കല്ലേ? കുട്ടിയാലിക്കാ നിക്കവിടെ. ഇന്ന് രണ്ടാലൊന്നറിയണം. നമുക്ക് നമ്മുടെ കായ് കിട്ടും. റോഡിൽ കിടന്ന് തീരെ പിഞ്ചിങ് ആകാതെ കുട്ടിയാലിക്കാ. ഒന്ന് അടങ്ങ്, നമുക്ക് വഴി ഉണ്ടാക്കാം. ഒരു വഴിയും പറയണ്ട. നമ്മുടെ കായ് കിട്ടിയാൽ നമ്മൾ മടങ്ങും. ആ പാവത്തിന്റെ കാശ് കൊടുത്തേ. കാശോ? ഞങ്ങളോ? അല്ലോ, ഇവരല്ല. ആ ആശാൻ കള്ള പിച്ചക്കാരൻ. വലിക്കണ പമ്പ് മാറ്റത്. രൂപക്ക് ചെല്ലുമ്പോ വിസ തരാന്ന് പറയും. വിസക്ക് ചെല്ലുമ്പോ പിന്നെ ആട്ടെ എന്ന് പറയും. ഞമ്മക്ക് ഇനി അവന്റെ വിസയും വേണ്ട, കിസ്സയും വേണ്ട. ഞമ്മക്ക് നമ്മുടെ കായ് തന്നാ. അന്നേ ഞാൻ കുട്ടിയാലിക്കോട് പറഞ്ഞ സണ്ണി, രൂപ കൊടുക്കുമ്പോ സൂക്ഷിച്ചു കൊടുക്കണമെന്ന്. ഏതായാലും ഷെരീഫ് വരുമ്പോ വിസ കൊണ്ടുവരും. അതിനു മുമ്പ് കുട്ടിയാലിക്ക് പോകാൻ ധൃതിയെ. അവര് എവിടെ ഉണ്ടെന്നറിയാം. അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഞമ്മ ദിവസവും പോണതല്ലേ. പോയി പോയി നമ്മുടെ സൈക്കിളിന്റെ ചെയിനും തേഞ്ഞ് ഞമ്മടെ പെടലും പൊട്ടും. ഉള്ളത് മുഴുവനും വിറ്റുണ്ടാക്കിയ കാശ. നിങ്ങൾ വിഷമിക്കണ്ടുമ്മ.
ഞങ്ങളൊന്ന് പോയിട്ട് തിരിച്ചു വരാം. ഇന്ന് രാത്രി ഷാപ്പാണ് ഉമ്മയുടെ വക. പറ്റുമേ നീ കാശും തിരിച്ചു വാങ്ങിച്ചോട്. ചാപ്പാട്ട് രാം. എടാ നിനക്ക് വേണ്ടേ വേണ്ട. കഴിഞ്ഞ പെരുന്നാളിനെ ഉമ്മ വിളിച്ച കോഴിയുടെ ഫിങ് ഫിങ് ഉണ്ടല്ലോ, ഇപ്പോഴും നാക്കിലിരിക്കുക. മോൻ പോയേച്ചുക, ഒരു കോഴിയുണ്ട്, നമ്മളിത് ശരിയാക്കി വെക്കാം. നീ വരുന്നോ? കോഴി ഇടിച്ചുള്ള അറിയാം. ഇന്ന് ഞാനില്ല. എനിക്കറിയാം കേട്ടോ നീ എവിടാ പോകുന്നത്. നമുക്ക് അമ്മനെ കണ്ടു. മോനെ അടിപടി ഒന്നും ഉണ്ടാക്കല്ലേ. അയ്യോ ഉമ്മയുടെ കോഴി ഇറച്ചി തന്നെ ഞങ്ങൾ ഇപ്പൊ വരും. വാ. മതി മതി. അപ്പൊ ആശാനെ, ആശാന്റെ ഭാര്യ മക്കളെ വിളിച്ചോണ്ട് വന്നില്ലേ? ഇപ്പൊ അവരെ കൊണ്ടുവന്ന ശരിയാകത്തില്ല. ഒരു ഇന്റർവ്യൂ കൂടി നടത്തിയിട്ട് കുറച്ച് കാശ് കൂടി അങ്ങ് സംഘടിപ്പിച്ച് നമുക്ക് മുൻകളയാം. ഭാഗത്തായിരിക്കാം. വേണ മുങ്ങിക്കോ. പക്ഷേ ഇങ്ങയുടെ കാശ് തന്നിട്ട് മതി. കാശോ? തന്റെ കാശോ? എന്റെ കാശൊന്നുമല്ല, ദേ ഈ പാവത്തിന്റെ കാശ്. ഇയാളുടെ വിസയും ടിക്കറ്റും അടുത്ത ദിവസം വരുമല്ലോ അല്ലേ ആശാനെ? അതല്ലേ ഞാൻ ഇങ്ങനോട് പറഞ്ഞു വിട്ടത്. താൻ പോയി കുത്തിവെച്ച് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് ശരിയാക്ക്. നമ്മൾ കുത്തണമില്ല വെക്കണമില്ല, നമുക്ക് നമ്മുടെ കാശ് കിട്ടിയാൽ മതി. കാശോ? കാശ് തരാനൊന്നും പറ്റത്തില്ല. സംഗതി ശരിയായപ്പോ കാശോ? സംഗതി ശരിയായപ്പോ കാശോ? തന്റെ ഒരു സംഗതി വേണ്ട, മറ്റേ കാശുള്ളോ? ഒന്ന് ഫോണത്തെ വരട്ടാതെ. എടാ നീ സംഗതി മറ്റേ കാശ് നിന്റെ ബാലയല്ല ഇറങ്ങി ആ കാലിലൊക്കെ എനിക്കിനെ പൊങ്ങണം. പോട്ടെ താഴോട്ട് പോട്ടടാ, മുങ്ങി കുളിച്ചോ കളിക്കേ. ഇവിടെ പിൻകീം ഇറക്കി നമ്മള്. ഞമ്മ ഓട വെച്ച് മറച്ചു തരാം. നീ കുണിയും കുപ്പായൊക്കെ അയച്ചിട്ട് ഇപ്പോൾ ആൾക്കാരൊന്നും വെക്കണം അവിടെ. മഞ്ഞത്തടക്കം ഇങ്ങനെയാണ് പോകുന്നത്. പാവങ്ങളുടെ കാശ് വെട്ടിക്കല്ലടാ. തിരിച്ചു കൊടുക്കടാ. നീ തന്നിക്കുട്ടിയെ തല്ലിയല്ലേ? നമുക്ക് അവിടെ കിടപ്പെടാ. വാച്ച് കണ്ണിമോനെ, മയ്യത്തിന്റെ മണം കേൾക്കണമെങ്കിൽ ഓടിവാ. എന്താ ഇവര് മോനെ ഈ അടി ഇടി എന്നൊക്കെ പറഞ്ഞാലേ ഞമ്മള് ഗാമയുടെ ശിഷ്യനാണ്. കിടക്കടാ ഇവിടെ. ഇവിടെ കൊടുക്ക. കൊടുക്കടാ അവിടെ കൊണ്ടാ. പിന്നെ വല്ലപ്പോഴും വരുമ്പം ഈ വഴി കയറാം. വരട്ടെ. പിന്നെ മിസ്സേ എണ്ണ ഇട്ട് തടവി ചൂടുവെള്ളത്തിൽ കുളിച്ച. അയ്യോ ആശാനെ, അവര് പോയോ? അവന്മാര് പറഞ്ഞു കേട്ടില്ലേ വിസയും ടിക്കറ്റും റെഡിയാണെന്ന്. ഇത് നേരാവോ? ഈ വിസ വിസ എന്ന് പറയുന്ന വല്ല മാവേലി ഷോന്നും കിട്ടുന്ന നിങ്ങളുടെ പേര്? നിങ്ങളെ പോലെ ചില മണ്ടന്മാരെന്ന് വീഴും ഓരോ തന്നെ വലയില്. ഒന്നടങ്ങ്, നാളെ ഷെറീഫ് വരുന്നത്. എന്നാ നമ്മൾ ഒന്നുകൂടി തല്ലിട്ട് വരാം. കുട്ടിയാലിക്കാം. കുട്ടിയാലിക്ക് വീട്ടിൽ ചെന്ന് ഉമ്മയെടുത്ത് കോഴിയൊക്കെ റെഡിയാക്കി വെക്കാൻ പറയണം. സണ്ണിക്കുട്ടി പോയി 2 ഫിങ് ഫിങ് അടിച്ചിട്ട് വരാം. അപ്പൊ നമ്മളും കൂടെ വരാം. അവിടുന്ന് 2 താറാമുട്ട മേടിച്ചു തരുമോ നമുക്ക്? വാങ്ങിച്ചു തരാം. നല്ല പ്രതീക്ഷ, പക്ഷെ ജീവിതം യാഥാർത്ഥ്യങ്ങൾ കൂടി ബാലേട്ടൻ ചിന്തിക്കണം. എന്റെ ജീവിത സങ്കല്പങ്ങൾ ഇതൊക്കെയാണ്. ഇത്തരമൊരു ജീവിതം നിനക്ക് ഇഷ്ടമല്ലേ നല്ലേ? സമ്പന്നമായൊരു ജീവിതം ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയുണ്ടോ? അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ദുബായി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഈ ആശയും വാശിയും നിന്റേത് കൂടിയല്ലേ? ബാലേട്ടനാണ് എന്റെ എല്ലാം. ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരില്ല, വരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആ വാക്ക് മാത്രം മതി.
പിന്നെ എത്ര നാളെ അങ്ങനെ ഒളിച്ചും പതുങ്ങി? എന്നിട്ടും കുസൃതിക്ക് കുറവൊന്നുമില്ലല്ലോ. ഇന്ന് തല്ല് കിട്ടിയത് തന്നെ വീട്ടിൽ നിന്ന്. ഒരു അമ്പലത്തിൽ പോക്ക്. വീടല്ലേ? ആ ഏയ് പോട്ടെ. ഇപ്പൊ പോയിക്കോ, നാളെ വരണം. നളിനി, മോളെ നളിനി, എടി നളിനി. ഓ, എന്താ നിങ്ങൾ കിടന്നോണ്ട് ഈ തൊള്ള തുറക്കുന്നത്? അവൻ അമ്പലത്തിൽ പോയിരിക്കുക. എന്താണ് നീ പറയണത്? നീ കൂടി പോകാതെ അവൾ ഒറ്റയ്ക്ക് അയച്ചോ? അവൾ അത്ര കൊച്ചു കുട്ടിയൊന്നും അല്ല. അയ്യോ അയ്യോ, നിന്റെ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? പെണ്ണ് കൊച്ചായിരുന്നേലും ഭയപ്പെടേണ്ട ഈ സമയത്താ. പേര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് അമ്മമാരെ തീ തിന്നുന്ന സമയമാ. പെങ്ങണ മോന് മാത്രമല്ലേ മോളെ കെട്ടിച്ചു കൊടുക്കൂ. എവിടെ ആയിരുന്നു ഇത്ര നേരം? അത്താഴ പൂജ കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഒന്നുകിൽ ഏതിനൊരു അവസാനം വേണം, അല്ലെങ്കിൽ ഒരു തുടക്കം. അവന്റെ കാര്യത്തിൽ രണ്ടുമില്ലല്ലോ. ദുബായിക്ക് പോണോന്നൊക്കെ പറയുന്നത് ചിലപ്പോ നടന്നെന്നും നടന്നില്ലെന്നും ഒക്കെ വരും. ഈ പരിതസ്ഥിതി കല്യാണം അങ്ങ് നടത്തിയിട്ട് ദുബായിക്ക് പോണോന്നോ പോകണ്ടെന്നോ അവര് തീരുമാനിക്കട്ടെ. എത്രയും ബഹുമാനപ്പെട്ട നിന്റെ ഭർത്താവ് വരുന്നല്ലോടി. എന്റെ സാബിറ, എത്ര നേരം ഞാനിവിടെ കാത്തു നിൽക്കുന്നു. രാത്രി നടക്കാനുള്ളത് പകലെ സ്വപ്നം കണ്ടു തുടങ്ങിയ പെണ്ണെ. കളിയാക്കണ്ട. ഇങ്ങനെ ഒരു ദിവസം വന്ന നിന്റെ ഗതി തന്നെയാ. സാബിറ, എന്താണുമ്മ? എനിക്ക് കയ്യത്തനില്ല. മൂളിതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചേ. ചെക്കൻ വന്ന് കണ്ടാ ഇത്രയും നാളും തൂത്ത് ഉടച്ചു വെച്ചൊക്കെ വെറുതെ ആവും. കൊണ്ടുവന്ന കിട്ടണ്ട. ആലീഷല്ലേ? ആ മോളെ, ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അവൻ പുറത്തിറങ്ങിയിട്ടില്ല. ആ ഡോക്ടറെ കണ്ട? എന്തുണ്ട് വിശേഷം? ആ പിന്നെ തങ്കച്ചായം വരുമ്പോഴേ ആ റബ്ബറിന്റെ കാശ് വാങ്ങിച്ചു വെച്ചേക്കണം. അത് ഞാൻ ഭയങ്കര ഉഴപ്പനാ. ആ ഞാൻ വരാൻ വൈകും. ഇല്ലില്ല, ഇന്നാ പരിപാടിക്കൊന്നുമില്ല. ആ വെക്കട്ടോ. ആ മേരി ബീന, എനിക്കറിയാം. ഓ കല്യാണം കഴിഞ്ഞു എന്നല്ലേ? എനിക്കറിയാമോ? എന്താ കുട്ടികളൊക്കെ കാണിക്കുന്നത്? ഇയാളെ കൊണ്ട് അടുത്ത് പോകാൻ വയ്യെന്ന്. ഞമ്മിച്ച് ഐസ് വെള്ളം കുടിക്കാൻ പോയതാണെന്ന്. അല്ല, ഐസ് വെള്ളം കുടിച്ചപ്പോഴേ ഇവിടെ മുതല്
ഇവിടം വരെ തണുപ്പ്. അപ്പൊ ദുബായിൽ എന്തായിരിക്കും? അവൻ കസ്റ്റംസ് ക്ലിയറൻസ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് വരാൻ വൈകും. നമുക്ക് വെളിയിറങ്ങിക്കാം. ഇനിയും വൈകുമോ? എടാ അങ്ങോട്ട് പോകാൻ മാത്രമല്ല ഇവിടെ വന്നിറങ്ങിയാലേ വെളിയിൽ ഇറങ്ങാനും പ്രയാസം. വാ അപ്പൊ ഞമ്മ അവന്റെ കൂടെ വരാം. മര്യാദക്ക് ഇതിനെ പോലീസ് ഓടിച്ചോട്ടും കേട്ടോ. ഇന്നാള് ഞമ്മ ഒരു സിനിമയിൽ കണ്ട പോലെ പ്ലെയിനിന്റെ ബാധൽ തുറന്ന് കൈ തന്ന് ഇറങ്ങിക്കണ്ടിട്ട് വരണമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്. ഇതിപ്പോ കാഴ്ചകളായി പാമ്പിനെ കാണാൻ പോയ പോലെ. എയർപോർട്ടിൽ ചില നിയമങ്ങളൊക്കെ കുട്ടിയാലിക്ക സിനിമയിൽ പോലെ പറ്റുമോ? അല്ലേ കേട്ടിയാ? ഏയ് എന്റെ അന്നോ 50 ഉറുപ്പിയും കൊടുക്കട്ട് കുട്ടിയാലിക്ക. ദുബായിക്കാരന്റെ കാശാ കൊടുക്കട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലേ നീ നമ്മളെ ദുബായി കൊണ്ടോട്ടാ. ഇതുപോലെ ഒരു കാൽക്കുപ്പായ അങ്ങനെ എളുപ്പം കിട്ടില്ല. നിങ്ങൾ വണ്ടി എന്റെ കുട്ടിയാലിക്ക ഒന്ന് കേറുവാ. ഇതിന്റെ ഫിങ് ഫിങ് എവിടെ ഇരിക്കുക? ഉച്ചൊന്നുമില്ല. ഞാൻ ഭാഗ്യം. തന്നെ എവിടെ നിന്ന് കിട്ടിയടാ ഈ വാഹനം? ഒന്ന് പതുക്കെ പറ. ഉടമസ്ഥരാകാരും കേട്ടല്ലേ ഇവന്റെ പണി ഫിങ് ഫിങ് ആവും. വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടുവന്ന ട്രക്കറാ. ഞാനൊരു ലൈനിൽ ഇവനെ ഒപ്പിച്ചു. ഷെറീഫ്, കഴിഞ്ഞ പ്രാവശ്യം നിനക്കൊരു വാഹനം വീട്ടിൽ വാങ്ങിയിട്ടേച്ച് പോകാമായിരുന്നില്ലേ? ഭാര്യയും ഉമ്മയും മാത്രമുള്ള വീട്ടില് ഒരു വണ്ടിയും വാങ്ങിച്ചിട്ട് ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് പോകാൻ എന്നെ കിട്ടില്ലടിയാ. കണ്ണി പറഞ്ഞത് നീ ഇറങ്ങി വരാൻ നേരം വെളുക്കുന്നൊക്കെ. ആ അതൊക്കെ പൂത്തിയും താത്തിയും കൊണ്ടുവരുന്നവർക്കാ കുട്ടിയാലിക്ക. ഒരു കൊല്ലം കഴിഞ്ഞ് എത്രയും വേഗം വീട്ടിലെത്തണമെന്നായിരുന്നു എന്റെ മോൻ. പിന്നെ ഫിങ് ഫിങ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അടിച്ചിട്ട് ഒരു കൊല്ലമായി. ഇവിടുത്തെ അടിച്ച കണ്ണു മൂക്കൊക്കെ പോക്കാന്ന് ഞാൻ നിർത്തി. രാത്രി കൂടണം. ഇത് കുറയ്ക്കുന്നില്ലല്ലോ മോളെ. അവര് വന്നു. ഞാൻ നോക്കിയിട്ടുണ്ട്. വലിയ മോനെ മോനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സണ്ണിയും ബാലനൊക്കെ അപ്പുറത്തിരിക്കുക. ഉമ്മ അങ്ങോട്ടേ. ആ അത് ശരി. ഇവിടെ ഒന്ന് ഒളിച്ചു നിൽക്കാണോ? ഞാൻ മാത്രമല്ല, അദ്ദേഹം എത്തിയിട്ടുണ്ട്. എടാ ഷെരീഫേ, വന്നെ കൂട്ടാതെ ഒന്ന് ഇറങ്ങി വാടാ. ഈ കഴിവേറവന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഞാനിപ്പോ വരാം. എന്റെ ഉമ്മയ്ക്ക് സാബറയ്ക്ക് ഇവിടെ ആ എയർപോർട്ട് വരെ ഒന്ന് വന്നുകൂടായിരുന്നോ? എന്റെ പൊന്നു മോനെ, ഞാൻ മക്കാവേലും കൊണ്ട് അവിടെ നിൽക്കാൻ വയ്യ. ആ നിങ്ങളിരി വല്ലതും കഴിച്ചോണ്ട് പോ. വല്ലതും കഴിക്കാം. എടാ പെരുവയറ ഒന്ന് അടങ്ങ്. ഉമ്മ ഒന്ന് വിളമ്പിക്കോട്ടെ. ഞങ്ങൾ അതിന് നിൽക്കുന്നില്ല. നീ ഇതിനുള്ള കൂലി എന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. ദുബായിൽ നിന്ന് വരുന്നതല്ലേ കിലോമീറ്ററിന് 5 രൂപ. സാധനങ്ങൾ കയറ്റിയതിനും ഇറക്കിയതിനും അട്ടിമറി വക രൂപ 100. അത്രേ മതിയോ? നാളെ രാത്രി സണ്ണിയുടെ മുറി വെച്ച് കണക്ക് തീർത്തുപോയ പോരെ? ഇന്ന് എനിക്ക് ലീവ് തടാ മോനെ. ശരിയാ സണ്ണി, ഇന്ന് അവന് ക്യാഷ് ലീവ് കൊടുത്തേക്കാം. എന്താ അനുവദിച്ചിരിക്കുന്നു. പക്ഷെ പെണ്ണും പിള്ള സിക്ക് ലീവിലാണെങ്കിലോ? മഹാഭാവി കരിനാക്കോടൊന്നും പറയാതെ 1 കൊല്ലം കഴിഞ്ഞ് വന്നതാണ്.
ഫിങ് ഫിങ്. ആ ഇനി വെച്ചിട്ടുണ്ട എനിക്ക് കൊണ്ടുവന്ന സാധനം ഞാൻ ഒന്ന് അടങ്ങന്റെ സണ്ണി, അവനിന്ന് പോണില്ലല്ല. ഇന്ന് ഐശ്വര്യമുള്ള ദിവസമാണ് എന്റെ കുട്ടിയായിരിക്കാൻ. സ്കോച്ച് കുടിക്കണമെങ്കിൽ ഇന്ന് കുടിക്കണം. ഓ കുടിക്കണം. ഷെറീഫിന്റെ സാബിറയുടെ സ്വർഗത്തിലെ ഇന്ന് നീ കട്ടൂറും ആവണ്ട. എന്റെ ബാല കുട്ടിയായിരിക്കാം. കുട്ടിയായിരിക്കാതെ ഉമ്മ വെച്ച് വിടമെന്നെ മണം അടുക്കളയില്. എടാ ഇച്ചിരി ചോറുണ്ടേച്ച് വരാം. മനുഷ്യ അധ്വാനിക്കുന്നില്ല. മനുഷ്യനായ കുറച്ച് ബുദ്ധി. നിന്റെ വിശപ്പ് ഞാൻ ഒന്ന് മാറ്റി. ഇതാ ചായ. നമ്മുടെ സ്വർഗത്തിൽ കട്ടൂർമാവണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. അല്ലോ ചായ കുടിക്കാതെ പോയോ? ഇന്നത്തെ ചായ മുഴുവൻ നമുക്ക് കുടിക്കാം. നീ വാ. ആ നടക്ക് നടക്ക്. ആ, നടക്ക്. ആ. സാരി പിടിച്ചോ. ഇട്ട് നോക്കാം. ആ. ആ. ഇരിക്ക്, ഇരിക്ക്. ദാ, സാരിയുടെ കുറവ് തന്നെ. എന്നാ വിളിച്ചോ. ഇഷ്ടം പോലെ സാരി. എന്താ വേണ്ടത്? ദാ. ആ ടേപ്പ്. തിരിച്ചു പോകാനുള്ള ടിക്കറ്റും ഉണ്ട്. ദാ. അമ്മ, ഇങ്ങോട്ട് വാ. ഇതൊക്കെ ഒന്ന് എടുത്തു വെക്ക്. വേണ്ട, നിങ്ങൾ കെട്ടിയോളും കൂടി എല്ലാം എടുത്ത് വെച്ചാൽ മതി. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. മോളെ ആ വാതിലും ചാരിക്കൾ. ആ ഇതിന്റെ അകത്തുള്ളതെല്ലാം നമ്മുടെ കെട്ടിയൊക്കെയുള്ളതാ. നമുക്ക് പിന്നെ അല്ലാതെ എനിക്ക് വേറെ കെട്ടിയുണ്ട്. ആ അല്ലോ, ആ അത് നമ്മുടെ തണ്ണിക്കുള്ള മരുന്ന. ഇവിടെ ഇരിക്കട്ടെ. കാര്യം പറയാം. ഇങ്ങോട്ട് വരുന്നുണ്ടോ? അമ്മ വന്നാൽ തന്നെ കാണണ്ട. വീട്ടില് ചെറിയൊരു ജോലിക്ക് ശരിയാക്കി നിർത്തിയാളിയാ. ആലീസ് വീട്ടില്ലാത്തപ്പോ സഹായവും തട്ടും മുട്ടും. അമ്മേ ഭഗവതി, ഷെറീഫ് വീട്ടിലെത്തിയോ മോനെ? ആ വന്നു. അവനെ വീട്ടിൽ കൊണ്ടാക്കിട്ടാ ഞങ്ങൾ വരുന്നത്. എന്താന്ന് അറിഞ്ഞൂടെ അമ്മേ, ഭയങ്കര വിഷം. തുടങ്ങി തീറ്റിപ്പണ്ടാറ്. ഇന്ന് ഏകാദശി ആരാ? ഉപ്പും പഴവും മാത്രമേ കാണൂ. ആ സാറ് ഇതിലിടവേണ്ട, ഞാൻ അമ്മയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പുമാവ് റെഡി ആയിട്ടില്ല അല്ലേ അമ്മേ? അയ്യോ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അമ്മ ഉണ്ടാക്കിയ ഉപ്പാവല്ലേ, ആ ഉപ്പാവും പഴവും കൂടെ കുഴച്ചടിച്ചിട്ട് കുറെ നാളെ. നീ മിണ്ടാതിരി. നിനക്കുള്ള ചോറ് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ മലക്കറിയെ കറി വെക്കാനുള്ളൂ. ഭാഗ്യം. ഈ ആലീസിന്റെ കാളയിറച്ചിയും താറാമുട്ടയും മീൻകറിയും കൂട്ടി ഞാൻ മടുത്തു. കുറെ നാളെ മലക്കറി കൂട്ടാൻ കൂട്ടിയിട്ട്. തുടങ്ങി അവന്റെ ആലീസ് പുരാണം. അമ്മ ചെന്ന് എന്തെങ്കിലും അവൻ ഉണ്ടാക്കി കൊടുക്കും. തിന്ന് മരിക്കട്ടെ കൊതിയൻ. എന്തെങ്കിലും മോൻ ഇഷ്ടമുള്ള കറി തന്നെ ഉണ്ടാക്കാം. ആ 10 വയസ്സ് മുതൽ അമ്മ നിന്നെ കാണുന്നതല്ലേ? ശരിയാമ്മേ, എന്റെ ഈ തടിയുടെ 90% ഇവിടുത്തെ കുട്ടിയാലിക്കയിലെ ഷെറീഫിന്റെ വീട്ടിലെ ചോറാണേ. എടാ അറിയോ, നീയുടെ കുറെ വിളസുന്നുണ്ടല്ലോ. ഇതൊക്കെ എവിടെ സംഘടിപ്പിച്ചു? ആ അതെ, നമ്മുടെ പഴയ മാനേജർ സ്ഥലം മാറി പോയപ്പോ ഞാനിവനെ ചുടുവിലങ്ങ് ഒപ്പിച്ചെടുത്ത. എങ്ങനെ നല്ല ഒപ്പിച്ചാ മതി. അകത്ത് വെക്കടാ, അമ്മ കാണും. ഞാനേ തന്ത്രപരമായി 2 ഗ്ലാസും വെള്ളം ഒപ്പിച്ചത്. മണി 7 കഴിക്കും മോനെ. കോഴി അവിടെയും കിട്ടും, പക്ഷെ ഈ കോഴിന്റെ രുചിയുണ്ടല്ലോ. അതെന്താ അവിടുത്തെ കോഴിക്ക് രുചിയില്ലേ? കുറെ കാശുണ്ടാക്കാമെന്നല്ലാതെ അവിടെ എന്തിനാ രുചിയുള്ളത്? ഈ രുചി വേറെ എവിടെയെങ്കിലും കിട്ടുമോ സാബറ? നീ ഇട്ടോണ്ട് വന്നേ. ഇതോ ഞാനില്ലേ? ഈ നൈറ്റ് ഗൗൺ വാങ്ങുമ്പോ ഇതിട്ടോണ്ട് നിൽക്കുന്ന നിന്നെ ഞാൻ കിനാവ് കാണുമായിരുന്നു. എന്നിട്ടിപ്പം ഇടില്ലെന്നു. പ്ലീസ്.
എന്തിനായി കാണിച്ചത്? ഓ പിണങ്ങി. ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ആദ്യ രാത്രി. എല്ലാ ഗൾഫുകാർക്കും ഇങ്ങനെ ഓരോ അവധിക്കും ഓരോ ആദ്യ രാത്രി. ഇന്ന് തന്നെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. സമ്മതിച്ചാലും ഞാൻ ഉറങ്ങില്ല. അതെന്താ? നിങ്ങൾക്കൊരു കൊല്ലമെങ്കിൽ എനിക്കൊരു കൊല്ലം. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കരച്ചില്ല. ഞാൻ കേൾക്കാറുണ്ട്. എവിടുന്ന്? അവിടുന്ന് തന്നെ. Was it just a dream? Everything we did, everything we had. Baby, give me one more day. All the music. നേരം എടുത്തിട്ട് കുറെ നേരമായി. അവിടെ ഇന്നലെ രാത്രി നീ എന്തൊക്കെയാ പറഞ്ഞേ? ഞാനെന്ത് പറയാനാ? ഒന്നും പറഞ്ഞില്ലേ? എന്നാ കേട്ടോ. വിളക്ക് കെടുത്തി. പിന്നെ ഉമ്മ ഉറങ്ങിയിട്ടില്ല. ഉമ്മ ഉറങ്ങിയിട്ട് 2 ദിവസമായി. വേണ്ട. പിന്നെ അങ്ങനെ 1.5 കൊല്ലത്തി വന്ന പൊന്നല്ലേ? പിന്നെ പൊന്നെ. വിളക്ക് കെടുത്തി. എന്താ ഇത്? ഇങ്ങനെയുണ്ടോ? ഉമ്മ കേൾക്കും. ഉമ്മ ഒന്നും കേൾക്കൂല. പിന്നെ ആ ടേപ്പിംഗ് ഇതെന്തിനാണെന്നോ? എനിക്ക് അവിടെ ഇരുന്ന് നിന്റെ ശബ്ദം കേൾക്കാനാ. കഴിഞ്ഞവിടെ വന്നപ്പോ ഞാനിതൊക്കെ ആലോചിച്ചതാ. നിന്റെ നാണം മാറും മുമ്പേ ഞാൻ പോയില്ലേ? ഇപ്രാവശ്യം അങ്ങനെ പോവോ? മോളെ, ആണും പെണ്ണുമായിട്ട് നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അച്ഛനാണ് പെൻഷൻ ആവാറായി. ബാലേട്ടന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും തടസ്സമാവില്ലമ്മേ. നിന്റെ കല്യാണം കാണാനും നിന്റെ കുഞ്ഞിനെ ലാളിക്കാനും ഞങ്ങൾക്കും കൊതിയില്ലേ മോളെ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരാമ്പിള്ളേര് ആ സണ്ണിയെ കണ്ടുപഠിക്കണം. ഒരു കണക്കിന് നീയൊക്കെ ഭാഗ്യവാന്മാരാ സണ്ണി. കുറച്ച് കാശിന്റെ കുറവല്ലേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാ സുഖവും സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് എന്നെ ഷെറീഫേ, എനിക്ക് പറയാനനുസരിച്ചിട്ടും ഞാൻ ഇവിടെ ഒതുങ്ങി കൂടുന്നു. ബുദ്ധിയും സാമർഥ്യം ഉള്ളവന് ഇവിടെ സ്വർഗമാണല്ലേ. ജസ്റ്റ് ഫോളോ മീ ഓർ മൈ ഫാദർ. ശരിയാണടാ സണ്ണി. ഓരോ ഗൾഫുകാരനും കഷ്ടപ്പെടുന്നത്
അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടുകാർക്കും ജീവിക്കാൻ വേണ്ടിയാണ്. അതിനിടയിൽ സ്വയം ജീവിക്കാൻ അവൻ മറന്നുപോകുന്നു. നീ അതും ഇതും പറഞ്ഞ് ഇവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ. എന്തായാലും ഈ പുളുന്താമാരുടെ വിസ കാര്യം? ഏതെങ്കിലും ഒരു വിസ കിട്ടാൻ ഒരു പ്രയാസമില്ല. തോട്ടിപ്പണിക്കും ഗൾഫിലേക്ക് വിസ കിട്ടും. പക്ഷേ ബാലനും കുട്ടിയാലിക്കാക്കും പറ്റിയ വിസ വേണ്ടേ? അതുകൊണ്ടാ വൈകുന്നേ. എത്ര വൈകിയാലും വിസ കിട്ടിയാ മതി ഷെരീഫെ. അക്കാര്യം എന്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വിസ വരും. അല്ല, എപ്പോഴാ ഇവരുടെ യാത്ര? ഞാൻ മടങ്ങുമ്പോ ഒന്നിച്ചു പോണം. അതാണ് എന്റെ പ്ലാൻ. ഓക്കെ, അപ്പൊ എന്നാ cheers. Cheers. ദുബായിക്ക് പോയ ആദ്യത്തെ അവധിക്ക് നാട്ടിലെത്തുമ്പോ വിവാഹം. അതാണ് എന്റെ തീരുമാനം. തീരുമാനങ്ങൾ ബുദ്ധിപൂർവമാണെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അല്ല, ഇന്നും ഞമ്മൾ വൈകിപ്പോയി. വൈകിക്ക കുട്ടിയാലിക്ക. പക്ഷെ പെണ്ണ് കെട്ടാൻ വൈകിയാലേ സംഗതി ഫിങ് ആയി പോകും. ബാലൊരു തീരുമാനത്തിലെത്തി. ഞമ്മള് കെട്ടണമെങ്കിലേ ദുബായിൽ പോയി 2 പെങ്ങന്മാരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഞമ്മള് നമ്മുടെ കാര്യം ആലോചിക്കും. ഒരു സന്തോഷ വാർത്ത കേട്ടോ. നിങ്ങളുടെ 2 പേരുടെയും വിസ ഷെരീഫ് ശരിയാക്കി. 2 ആഴ്ചക്കുള്ളിൽ വിസ എന്ന് പറന്നു വരും. അല്ലോ, വിസ പറഞ്ഞാണ് പറഞ്ഞത്. എന്റെ അവിടുത്തെ ഒരു ഫ്രണ്ട് അയച്ചു തരും. കുട്ടിയാലിക്കാക്ക ഈ വീട്ടിൽ ഇന്ന് ആരുമില്ല. എല്ലാരും ആശുപത്രിയില. തണ്ണിമോനെ, നീ ഒന്നിനകത്ത് കയറ്റിയത് 2ആയിട്ട് ഇറക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ നിനക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്നാ ആ സന്തോഷത്തിന് വേണ്ടി കുട്ടിയാലിക്ക ഇത് കുടിക്കണം. ഞമ്മക്കിത് ആറാമണ്ട. നമുക്ക് നമ്മുടെ ഷെരീഫ് ഉണ്ടെന്ന് ഹറാമല്ലേ കുട്ടിയാലിക്ക? ചുമ്മാ കൂടി. ശരീഫ് ഉണ്ടെന്നാണോ? വേണോ? ആര് വാരല്ലേ? ഇവൻ തന്നി സായിപ്പ ഫ്രം ലണ്ടൻ. കുടിക്ക. വല്ല വായ്പിങ്കരെ മറ്റോ ആണോ ആവോ? എന്നാലും ഷെരീഫല്ലേ തരണത്. പടച്ചോനെ ഞമ്മളോട് പൊറുക്കണേ. ഇവനെ ഇറങ്ങിപ്പോണത് അറിയാട്ടാ. ഷെരീഫേ, എന്നാലും മിസ നിനക്ക് കൂടെ കൊണ്ടുവന്നൂടായിരുന്നു. തന്നിച്ചോ, നിന്റെ അപ്പച്ചന്റെ കലാബോധത്തിന്റെ പെയിന്റൊക്കെ ഇളകി തുടങ്ങിയല്ലോ. അപ്പച്ചൻ പോയതോടെ ഈ കാറ്റിലുള്ള കുടുംബത്തിലെ കലാബോധവും ഇപ്പം ഈ വീട്ടിലെ കുഴുവളയിന്റെ റബ്ബറിന്റെ കഥകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ സണ്ണിക്കുട്ടി കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പം അവളുമാരുടെ പെയിന്റ് കാണുമായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ വീണാന് ഷെരീഫ് കൊണ്ടുവന്ന് കുട്ടിയാലിനെ പാമ്പായി എന്റെ വാച്ചില് ചങ്ങ കൂടെ കർത്താവേ, മിഷൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇവന്മാര് ചിലർ ഫിങ് കളിച്ച ഫിറ്റാവും. പക്ഷേ ഈ കാച്ചിലോട് കുട്ടി എത്ര ഓടിച്ചാലും അറിയാം തൂണ് പോലെ. അയ്യോ, നമ്മുടെ തൂണ്, നമ്മുടെ തൂണ് ഇവിടെ ഇവിടെ തൂണ് നെടുത്തൂണ്. എനക്ക് ചോറ് തിന്നണ്ടേ മോനെ? ഞാൻ കഴിച്ചുമ്മാ. നീ വല്ലതും കഴിച്ചോ? ഇത്രയും ദിവസം എല്ലാം ഉണ്ടായിട്ടും കഴിച്ചും കഴിക്കാതെ കാത്തിരുന്നു. ഇവിടെ എത്തിയിട്ടും ഇനി മേലിൽ ഞാൻ വൈകില്ല. പോരെ പിണങ്ങി. ഞാൻ ആ ഭക്ഷണം ഒന്ന് ചൂടാക്കട്ടെ. നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ?
പാല് കുടിക്ക. ഇതെങ്ങക്കാ? നീ കുടിക്കാദ്യം. അവിടെ പോയിട്ട് ഇതും പഠിച്ചോ? ക്ഷീണിച്ചെത്തുന്ന വൈകുന്നേരങ്ങൾ, ഉറക്കം വരാത്ത രാത്രികൾ, മനസ്സ് നിറയെ നീയും, ഒന്നുറങ്ങാൻ വേണ്ടി മാത്രം അല്പം. ഇപ്പോൾ ഞാൻ അടുത്തില്ലേ? ഇനി ഞാൻ കുടിക്കില്ല, സത്യം. ഇന്നലെ നമ്മുടെ വിവാഹക്കാര്യം പറഞ്ഞ വീട്ടിൽ ബഹളമായിരുന്നു. എന്തുകൊണ്ടോ എനിക്കൊരു തീരുമാനത്തിലെത്തി. എപ്പോ നോക്കിയാലും ഈ പ്രസിദ്ധമായ പ്രണയവീതിയിലൂടെ കൊത്തിക്കൊത്തി നടക്കാൻ നിങ്ങൾക്ക് നേരമല്ലോ. പിങ്ങൊന്നും കല്യാണം നടത്തിയത് നിനക്ക് വേണ്ടി പറയാൻ നോക്കിക്കോളാം. അല്ലേ ഈ അച്ചായം പൂന്ത് വിളയാരെ കൊളയത്. ഞാൻ പോണു. അല്ല ഞാൻ വാ എടാ, പിങ് പിങ് എന്നൊരു പായസം കുടിച്ചിട്ട് കുറെ ആളായി. ഇത് വെച്ചിട്ട് എന്തിനാ? പ്രതീക്ഷിക്കത്തൊരു വിവാഹം അത് നടക്കണമെങ്കിൽ ഞാൻ ഗൾഫിൽ പോയി വന്നേ പറ്റൂ. മനസ്സിനിണങ്ങുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതാണ്ട പ്രതീക്ഷിക്കത്ത വിവാഹം. PSC തോറ്റുമച്ചേ പണിയൊന്നുമില്ലാതെ വായു നോക്കി ഇറക്കുമ്പോഴാ അമ്മച്ചി എന്നെ പിടിച്ച് കെട്ടിച്ചത്. പിന്നല്ലേ ജോലിയൊക്കെ ആയത്. എല്ലാം നിനക്കറിയാവുന്ന കാര്യമല്ലേ. ഞങ്ങൾ ജീവിച്ചില്ലേ? ഞങ്ങളിപ്പോ ജീവിക്കുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ സണ്ണിച്ചാ പറയുന്നത്? ജീവിതം അത് ഒരിക്കലേ കിട്ടത്തുള്ളൂ. ബുദ്ധിയുള്ളവർ ആദ്യം തന്നെ സുരക്ഷിതമാക്കുന്നു. സോ സെറ്റിൽ യുവർ സെൽഫ്. എടാ, ദാമ്പത്യ ജീവിതത്തിന്റെ സുഖവും സന്തോഷവും നിരൂപണങ്ങൾ ഒതുക്കാൻ പറ്റത്തില്ല ബാല. അത് അനുഭവിച്ച് തന്നെ അറിയണം. വിസ ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ വരുന്നല്ലേ ഷെരീഫ് പറഞ്ഞത്. പിന്നെ ഫിങ് ഫിങ് ഒന്നും കല്യാണം നടത്തിയാൽ എന്താ? റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. കം ഓൺ മൈ ഫ്രണ്ട്, ഡിസൈഡ് ഇറ്റ് പോസിറ്റീവ്ലി. തനിച്ചു ഇവന്റെ കല്യാണ ഫോട്ടോ എടുക്കലെന്ന് വേണ്ട. വരൂ മോളെ, വലതുപാറി വെച്ച് കയറി. വിവാഹം കഴിഞ്ഞ് ഗൾഫിലേക്ക് പറന്നകലുന്ന ഭർത്താവിന്റെ വരവും നോക്കിയിരിക്കാൻ വിധിക്കപ്പെട്ട ഭാര്യമാരുടെ ലിസ്റ്റിൽ ഇതാ ഒരാൾ കൂടി, ശ്രീമതി നളിനി ബാലകൃഷ്ണൻ. എന്തായാലും ഒരുത്തനെ കൂടെ നീ കുരുക്കിട്ടു. സംഗതി പിങ് പിങ് നടത്തിയനെ എനിക്കൊരു സ്പെഷ്യൽ അവാർഡ് തരണം. ഒരു ബാലകാരനുള്ള അവാർഡ് തന്നേക്കാം. ഷെരീഫേ, അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോ ഈ കുട്ടിയാലിക്ക് അങ്ങോട്ട് പിടിച്ച് കൂട്ടണം. വിമാനത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കയറാതെ നമ്മൾ ഈ കാര്യത്തെ പറ്റി ചിന്തിക്കൂലെന്ന്. സമാധാനമായിട്ട് ഇരിക്കേ, നാളെ മറ്റന്നാൾ എത്തും വിസ. ഇനി ഇരുന്നാ പറ്റത്തില്ല, ട്രെയിന് സമയമായി. എന്താണ് നിന്റെ പെണ്ണുമ്പിള്ള? ദാ വരുന്നു. അമ്മയുടെ പയ്യാരം പറിച്ചില്ലേ, ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാനാ. അതുകൊണ്ട് ആലീസിന്റെ പ്രസവം കഴിഞ്ഞ് വിളിച്ചോണ്ട് വരുമ്പം ഞാനും ആലീസിങ് പോരും. ഒരു ഉഗ്രം പാർട്ടി ആയിരുന്നു. നീ ഉണ്ടില്ലേലും അവളെ ഊട്ടുക, നീ ഉടുത്തില്ലേലും അവളെ ഉടുപ്പിക്കുക. ആശയും നിരാശയും ഒരുപോലെ പങ്കുവെച്ച് പ്രളയം വരെ സന്തോഷമായി വാഴുക. ആമേൻ. സന്നിപദേശി വാച പഠിച്ചിരുന്ന വണ്ടി അങ്ങ് പോകും. നല്ലി, ഓൾ ദി ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ പിങ് പിങ് നടക്കണം കേട്ടോ. ഇറങ്ങുന്നു. ശരി, ഓട്ടടാ. നമ്മളും വരാ. പോകുന്ന വൈകി വല്ലതും കഴിക്കണം. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങണം. ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പോട്ടെ ഇപ്പൊ അവരായ വരെ പാടായി. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഞാനും വരട്ടെ. വന്നതിനിടയ്ക്ക് ഒരു കല്യാണവും കൂടി. പക്ഷേ ഈ ക്യാമറ ഉണ്ടല്ലോ, ഇതിനെ വിശ്വസിക്കാൻ കൊള്ളില്ലമ്മ. ആളുകളുടെ ഇടയിൽ വെച്ച് ചമ്മിക്കും. ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് നള്ളി പോലും കരുതിയില്ല. പടച്ചവും കണക്കാക്കണത് ആ സമയം വരുമ്പോ നടക്കും. എന്നാ മോനെ, നിനക്കൊരു കമ്പി. സന്ധ്യ നേരത്ത് വന്നതാ.
ആ പാസ്പോർട്ടും ടിക്കറ്റ് എടുക്കുന്നു. എന്തിനാണ്? നീ ചെന്ന് എടുത്തോണ്ട് വാ. എന്താ മോനെ? ഉടനെ പുറപ്പെടണം. പടച്ചോനെ, ഇത്ര പെട്ടെന്നാ? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണുമ്മ, അല്ലെങ്കിൽ ഇങ്ങനെ ടെലഗ്രാം വരില്ല. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഗൾഫുകാരന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് സാബ്ര. കരയാതെ. കണ്ണെത്താത്ത ദൂരത്തേക്കല്ലേ ഞാൻ പോകുന്നത്. ഇങ്ങനെ പോയാൽ എനിക്കെന്താണ് ഒരു സമാധാനം? ആവുന്നതും വേഗം നിന്നെ കൂടെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അടുത്തലയെന്ന് തീർച്ച നിന്നെയും പിന്നൊരാളെ, നമ്മുടെ കുഞ്ഞ്. ഇപ്രാവശ്യമെങ്കിലും കുറച്ചുനാൾ ഷെരീഫൊക്കെ കൂടെ കാണുമെന്ന് കരുതി. അവനും അതൊക്കെ തന്നെയായിരുന്നു ഉദ്ദേശം. നിന്റെ വിസയുടെ കാര്യം വല്ലോ ഷെരീഫ് പറഞ്ഞോ മോനെ? 8 വർഷം ശരിയാക്കാമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞാച്ചാ പോയത്. അമ്മ ഉണ്ണുന്നില്ലേ? മോളുണ്ടോ? എനിക്ക് നല്ല വിശപ്പില്ല. മതി. കുട്ടിയാലിയേ, കുട്ടിയാലിയേ, ഇക്കാക്ക ഇതാ പോവുകയാണെന്ന്. നീ അവരെ കൂടി വിളിച്ചേടി. ഇക്ക, ഇക്ക. ഓ, ഒരു ബൈക്ക് ഇറങ്ങുമ്പോ മടക്കി വിളിക്കും. പിന്നെ എങ്ങനെയാണ് പോണ കാര്യം ശരിയാകുക? ഇക്ക ഇത് ഉമ്മ വിളിക്കുന്നു. ആ, അന്റെ ഒരു ബൈക്കിറക്കം കുറെ നാളായല്ല എന്ത് ഈ ബൈക്കിറക്കം തുടങ്ങിയിട്ട്. എന്നിട്ട് വല ബൈക്കും ആയാ? എന്റെ ബാപ്പ ഉണ്ടാക്കി വെച്ചത് ഈ കാണുന്ന പോയി ബാക്കിയെല്ലാം എല്ലാരും കൂടെ തിന്ന് തീർത്തില്ലേ? അന്റെ പെങ്ങന്മാര് എത്ര നാളാ ഇങ്ങനെ പിടിച്ചു നിർത്തണേ? അതിനെപ്പറ്റി വല്ല വിചാരം അനക്കണ്ട. അതുകൊണ്ട് മോനെ ഒരു 500 ഉറുപ്പ്യ കൊടിയിൽ വെച്ചിട്ട് ബാക്കിയുള്ളതിന് നീ ബജാറിൽ പോകുമ്പോ കുട്ടികളുടെ കഴുത്തിലേക്കോ കാലിലേക്കോ പറ്റി എന്തെങ്കിലും ഒന്ന് വാങ്ങിട്ട് വാ. ഞാൻ സ്കൂളിലേക്ക് പോണുമ്മ. ബാപ്പ ഉണ്ടായിരുന്നപ്പോ ഒന്നും അറിഞ്ഞില്ല. അന്ന് പഠിക്കാൻ പറഞ്ഞ അയച്ചപ്പോ കിടന്നങ്ങ് വിലസി. ആര് പറഞ്ഞിട്ട് കേട്ടില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ ചങ്ക് പൊട്ടിയാണ് ബാല. ആ നീ രക്ഷപ്പെട്ടു. ഒരു തൊഴിലെങ്കിലും പഠിച്ചല്ലോ. കുട്ടികളിലേക്ക് എന്നും ഇതേ പറയാനുള്ളൂ. എന്തിനാ അതും ഇതും ആലോചിച്ച് മനസ്സ് നശിപ്പിക്കുന്നത്?
ആശാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാശ് തീരാറായപ്പോ നബീസാക്കും സൈനബാക്കും ഇതും വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. കൊണ്ടുപോവാ. പെങ്ങന്മാര് കാത്തിരിക്കും. ഞാൻ പോയിട്ട് വരാം. വൈകിട്ട് കാണാൻ പോലെ. KG ബാലകൃഷ്ണൻ, ഞാൻ തന്നെ. ഒരു കത്തുണ്ട്. ഓക്കെ സർ. എന്താ ബാല വല്ലാണ്ട്? എനിക്കിന്ന് നേരത്തെ പോണം. എന്താ കാര്യം? എന്തോ നല്ല സുഖമില്ല. ശരി, വിട്ടോളൂ. എന്താ ബാലേട്ട, എന്ത് പറ്റി? അല്ല, എന്തോ ഉണ്ട്. എന്നോട് പറയില്ലേ? നിന്നെ ഒന്ന് കളിപ്പിച്ചല്ലോ എന്നെ. ഒരു കളിപ്പിക്കലേ. പിന്നെ മാഡം, ഒരു കപ്പ് കാപ്പി. ദാ വരുന്നു. തന്നോട് വളപ്പി കയറാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ, അയാളുടെ ഒരു വളപ്പ്. ഒരു സൈക്കിളല്ലേ കൊണ്ടുവന്നുള്ളൂ. അപ്പൊ ഒരു ലോറി കൊണ്ടുവന്നെങ്കിലാ. പറട്ടെ, ഞമ്മ ദുബായി പോയിട്ട് വരട്ടെ. എടാ ബാല, നിന്റെ ഈ പടിക്കെട്ട് തള്ളി കയറ്റാനുള്ള ആരോഗ്യം ഞമ്മക്കില്ല. നീ ഇന്നലെ അന്വേഷിച്ചു വന്നത് എന്തിനാണ്? നല്ല ചായ. എന്താ? പ്രിയപ്പെട്ട ബാലനും കുട്ടിയാലിക്കാക്കും എന്റെ ഇവിടുത്തെ പാർട്ട്ണർ പലർക്കും കള്ളച്ചക്ക് കൊടുത്ത് പല വെട്ടിപ്പുകളും നടത്തി കടന്നു കളഞ്ഞിരിക്കുകയാണ്. എല്ലാം ബിസിനസിന്റെ പേരിലായതിനാൽ ഞാനും കുടുങ്ങി. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇവിടുത്തെ നിയമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ കർശനമാണ്. ഏത് നിമിഷവും ഞാൻ ജയിലിലാവാൻ പാല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉമ്മയ്ക്കും സാബടയ്ക്കും നിങ്ങളേ ഉള്ളൂ. അവരെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അന്വേഷിക്കണം. ഇക്കാര്യം ഒന്നും അറിയിക്കരുത്. ഈ നാട്ടിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാറില്ല. ആ സമാധാനം മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയൊക്കെ പടച്ചോൻ തീരുമാനിക്കും പോലെ. സ്വന്തം ഷരീഫ്. നമുക്ക് എന്ത് ചെയ്യാനാവും കുട്ടികൾക്ക്? ബാല, നമുക്ക് ഷെരീഫിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഒന്നും അവരെ അറിയിക്കരുതെന്നല്ലേ അവൻ എഴുതിയിരിക്കുന്നത്? അറിയിക്കാനല്ല, അന്വേഷിക്കാൻ. വാ. ഉടനെ ഞാനിങ്ങ് വരും. നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോരാൻ. നിർത്തട്ടെ. സ്വന്തം മകൻ ഷെരീഫ്. പ്രിയപ്പെട്ട. നിർത്ത്. എല്ലാം പടച്ചവന്റെ നിശ്ചയമാ. ബാക്കി നിനക്കുള്ളതാ. നീ കൊണ്ടുപോയി വായിച്ചു. വരി വരി വരി. എന്റെ മോന് നല്ല കാലമാ. കച്ചവടത്തിൽ ഒത്തിരി ലാഭം കിട്ടി. ഇരിക്കേ ഇരിക്കു കുട്ടിയാലി, മോനെ ഇരിക്കേ. കൂട്ടുകാർക്കുള്ള വിസയൊക്കെ ശരിയായിട്ടുണ്ടെന്ന് കത്തിലുണ്ട്. പെട്ടെന്ന് പോയതേ കച്ചവടത്തിൽ ഒത്തിരി ലാഭം കിട്ടിയോണ്ടാ. അവിടെ പോയിട്ട് താമസ സൗകര്യം ഒക്കെ ശരിയാക്കിയിട്ട് ഇവളെ കൂടെ കൊണ്ടുപോകാന്നാ ദേ കത്ത് വന്ന്. അതെന്താ കുട്ടിയാലി ഒരു നല്ല വർത്താനം കേട്ടപ്പോ കരയണത്? കുട്ടിയാലിക്ക് ഇങ്ങനെയാ. സങ്കടം വന്നാലും സന്തോഷം വന്നാലും കരയും. കുട്ടിയാലിക്ക വരട്ടെ. പോട്ടെ. ആ കുട്ടികളുടെ ഒരു സ്നേഹം കണ്ടോ മോളെ?
കുട്ടിയേക്കാ പിന്നീന്ന് വിളിക്കല്ല പായ. ഒരു നല്ല വഴിക്ക് പോവുക, വൈകിട്ട് കാണാ. അല്ല ബാല, ഷെരീഫിന്റെ കാര്യം നമുക്ക് സണ്ണിയെ അറിയിക്കണ്ടേ? വേണ്ട, അവന്റെ മനസ്സിൽ ഒന്നും ഇരിക്കില്ല. ഒടുവിൽ നാട് മുഴുവൻ പാട്ടാവും. നാട്ടിലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാമായിരുന്നു. എന്റെ മനസ്സിലും അത് തന്നെയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കുട്ടിയേലിക്ക, അല്ലാതെ എന്ത് ചെയ്യാൻ? അമ്മയും നളിനി എന്ത് ചെയ്യും? വടക്ക് വശത്തുണ്ട്. ബാല, എന്താ? എനിക്ക് നമ്മൾ പറയാം. നമ്മുടെ സിത്താര ഹോട്ടലില് കുറെ വിസയായിട്ട് ഒരു പാർട്ടി വന്നിട്ടുണ്ട്. ആ, നല്ല ഡീസന്റ് പാർട്ടി. കാലത്തെ തിരക്ക് പിടിച്ച് നമ്മൾ അവരെ കാണാൻ വേണ്ടി പോയതാണ്. ബോംബായിന്ന് ടെലഗ്രാം വരുമ്പോ 10,000 രൂപയും കൂടി നമ്മൾ അവിടെ എത്തിയാൽ മതി. അതിന് വിസ എവിടേക്കാ? ദുബായിലേക്ക്, നമ്മുടെ ഷെരീഫിന്റെ നാട്ടിലേക്ക്. ദുബായിലേക്കോ? അതല്ലേ നമ്മുടെ പാസ്പോർട്ട് കൊടുത്തിട്ട് പോന്നത് അമുക്കേ. എങ്കിൽ എങ്ങനെയെങ്കിലും പോണം കുട്ടിയേലിക്ക. നമ്മളിവിടെ അവിടെ ചെന്നാൽ അവന് വലിയ ആശ്വാസമാവില്ലേ? മോനെ, ഹോട്ടലിൽ വലിയ തിരക്കാണെന്ന്. ഉച്ച കഴിഞ്ഞ് നമുക്ക് പോവാം. ഒരു മെക്കാനിക്കിനെയും വേണമെന്ന് പറയുന്ന കേട്ട് അയാളുടെ സ്വന്തം വർക്ക്ഷോപ്പിലേക്ക്. തന്നോട് ഞാൻ ടെലഗ്രാം തരുമ്പോ ബോംബെക്ക് വരണമെന്നല്ലേ പറഞ്ഞത്? അല്ല, ഒരു മെക്കാനിക്കിനെ വേണമെന്ന് പറഞ്ഞു. അതിന് ഇയാളൊരു നല്ല മെക്കാനിക്കാണ് സാർ. പാസ്പോർട്ട് ഉണ്ടോ? ഉണ്ട്, ഇട്ട്. ഇന്റർവ്യൂ നിർത്തിയിട്ടാണ് പാസ്പോർട്ട് വാങ്ങിച്ചതെന്ന് ബോസിനോട് പറയും. ശരി. എന്നാലും അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കും. പതറാ ഉത്തരം പറയണം. ശരി. ബാക്കിക്കാരി ഞാൻ നോക്കിക്കോളാം. എന്നാ പൊയ്ക്കോ. ഓ, അടിച്ചടാ കോള്. ഒരു തൊഴിലുമില്ലാത്തവൻ അന്യനാട്ടിൽ പോകുന്നതിൽ അർത്ഥമുണ്ട്. സാമാന്യം ജീവിക്കാൻ വകകിട്ടുന്ന മാന്യമായ ഒരു തൊഴിലും കളഞ്ഞ് ദുബായിൽ പോകാൻ വെപ്രാളം കൂട്ടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ വന്നിട്ടുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാ ഈ അത്യാഗ്രഹം? ഉള്ളതൊക്കെ പോരെ മോനെ. അന്തസ്സായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നള്ളിക്കറിയാം. ആ, ചെറുപ്പമല്ലേ, അങ്ങനെയൊക്കെ തോന്നും. എന്നാ ഇഷ്ടം പോലെ ചെയ്തോ. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. ഒരു നന്ദി. വരാമെന്ന് വെച്ചാൽ അവന്റെ ഒരു മുടിഞ്ഞ പൊരയിടം, വയല് വഴി വരാമെന്ന് വെച്ചാൽ ഇവന്റെ ഒരു മുടിഞ്ഞ പടിക്കെട്ട്. കേറ്. അല്ല, നിനക്കും വന്നോ കമ്പി? 10,000 കൊടുത്തപ്പോ വിസയില്ല. നേരെ ചൊവ്വയെ ഒരു വിസ വന്നപ്പോ 10,000 ഇല്ല. ചാറുള്ളപ്പോ ചോറില്ല, ചോറുള്ളപ്പോ ചാറില്ല. നമുക്ക് ആശാന്റെ കയ്യിൽ നിന്ന് കാശ് ഇപ്പൊ മേടിച്ചാ മതിയായിരുന്നു. അല്ലേ ബാല? എന്ത് മണ്ടത്ര കുട്ടിയാലിക്ക പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല കുട്ടിയാലി. 5 ദിവസം കൊണ്ട് കാശ് ഒപ്പിക്കണം. അല്ല, 2 ദിവസം കൊണ്ട് കാര്യം ശരിയാക്കണം. പിന്നെ 3 ദിവസം വണ്ടിയിൽ ഇരിക്കണം. അല്ലോ, 2 ദിവസമോ? ആ, വണ്ടി കൂലിക്കും ബൈക്ക് ചെലവിനുള്ളത് ഇവൻ ബൈക്കും. കുട്ടിയാലിക്ക് എന്താ പറയുന്നേ? അത് വിറ്റ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് പോലും പൈസ ഇല്ല. എന്റെ അല്ലോ, നമ്മുടെ ഉപ്പുപ്പേ തലശ്ശേരിന്ന് ഇതിന്റെ പുറത്ത് സവാരി ചെയ്താണ് വള്ളക്കടവിൽ വന്നത്. ഉപ്പുപ്പ മരിച്ചപ്പോ പാപ്പാക്ക് കൊടുത്തു, പാപ്പ മരിച്ചപ്പോ ഞമ്മക്ക് തന്നു. ഇനി നമ്മള് മരിക്കുമ്പോ ഞമ്മക്കൊരു മോനുണ്ടാകുകയാണെങ്കിൽ അവർക്ക് കൊടുക്കും. എന്ത് ചെയ്യാൻ, കൊടുക്കേണ്ട വന്നു പോയില്ലേ? ഇൻഷാ അല്ലാ ദുബായിന്ന് വന്ന ഉടനെ പൊന്നുമല കൊടുത്തെങ്കിലും നമ്മൾ ഇവനെ തിരിച്ചു വാങ്ങിക്കും. അറിയാവൂ? 2 ദിവസം. വെറും ഒരു പാവമാ. എന്താന്നാലും ചിരിക്കാനുള്ളത് പറയും. എങ്ങനെയെങ്കിലും പോകാൻ കഴിഞ്ഞെങ്കിൽ കുട്ടിയാലിയുടെ കുടുംബം രക്ഷപ്പെട്ടേനെ. അപ്പൊ എടാ, ഈ 10,000-ന് നീ എന്താ തീരുമാനിച്ചേക്കണേ? ബാങ്കിൽ ഒരു 4,000 രൂപയോളം കാണും. എടാ, നീ തരുന്ന ഇത്തിരി ഇന്ന് 1000-ഓളം ഞാനും മിച്ചം പിടിച്ചു വെച്ചിട്ടുണ്ട്. അതെന്റെ മോക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കരുതിയതാ. ചേട്ടൻ വിഷമിക്കണ്ട. എന്റെ കഴുത്തിലും കാതിലും ഉള്ളത് ചേട്ടനുള്ളതല്ലേ? അഞ്ച് ദിവസത്തിൽ 3 ദിവസവും യാത്രക്ക് തന്നെ വേണമെന്ന് ദാരം കലത്തി എന്നപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ 2 ദിവസമല്ലേ ഉള്ളൂ ഉമ്മ. 10,000 പിന്നെ വണ്ടിക്കൂലി.
അതിന് നമ്മളിങ്ങനെ കുത്തിയൂർന്ന് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ട്. ആ ഈ ഒരു കാര്യം ചെയ്, പെൺപിള്ളേർക്ക് രണ്ടാൾക്കും വാങ്ങിയത് അങ്ങോട്ട് വെക്ക്. നസീമ ഇങ്ങോട്ട് വാ. ബാക്കിയുള്ളതിന്റെ പിന്നെ ആലോചിക്കണ്ടു. ആലോചിച്ചെടുക്കാണ്ട് ചെല്ലും മോനെ. ആ എന്താ കുട്ടികൾക്ക് കാശിന്റെ കാര്യമൊക്കെ? ഇത് വാങ്ങിച്ചോണ്ട് വരുമ്പോ നിന്നെ കാണിച്ചതാ. ഇപ്പൊ ഇത് വിൽക്കാൻ പോകുകയാണ്. ഇതാ കണ്ടു. ഞാൻ എന്ത് പറയാനാ, ബാങ്കിലുണ്ടായിരുന്ന കുറച്ച് കാശ് ഇതാ എടുത്തോണ്ട് വരിക. ബാക്കിയുള്ളതിന് നള്ളിയുടെ പണ്ടങ്ങളും പിന്നെ ഇതും വിൽക്കണം. ആവുന്നിടത്തോളം കുട്ടികൾക്ക് ശരിയാക്കി, ബാക്കിക്ക് ഞാൻ ശ്രമിക്കാം. ഇനി വിൽക്കാൻ പോകുന്നിടത്ത് ഉരച്ചൊരച്ച് അവരെന്താണാവോ തരിക. മക്കളെ, എന്റെ പാറുക്കുട്ടീനെ അറക്കരുത് കേട്ടോ. പാറുക്കുട്ടീനെ നമ്മള് അറക്കാനല്ല വളർത്താനാ കൊണ്ടുപോണത്. നീ എപ്പോ വന്നു മോനെ? സൈക്കിളിന്റെ ഒച്ച കേട്ടില്ലല്ലോ. എന്തിനാ ഉമ്മ പശുവിനെ കൊടുത്തത്? തൽക്കാല ആവശ്യങ്ങൾ അതുകൊണ്ട് നടന്നിരുന്നതല്ലേ. ഇല്ല, എന്നാലും ഇപ്പൊ എല്ലാം കൂടി ആയാ മോനെ. ഉമ്മ ഇതാ ചായ. അപ്പൊ എന്താ ഇങ്ങനെ തീരുമാനിച്ച്? അങ്ങനെ ഒന്ന് കിട്ടിയപ്പോ പോയി കളയാമെന്ന് വിചാരിച്ചു. ഷെരീഫും ശ്രമിക്കുന്നുണ്ടാവും, എന്നാലും ഇതൊരു നല്ല പാർട്ടിയാ. ഷെരീഫ് ആഴ്ചയില് 2 കത്ത് വീതം എഴുതണതാ. ഇപ്പൊ 3 ആഴ്ചയായിട്ട് ഒരു വിവരവും ഇല്ല. എന്താണാവോ? ഓനോട് ഒരു കത്ത് എഴുതാൻ പറയണം. ശരിയത്താ. പിന്നെ വഴിച്ചെലവിന് ഇതിരിക്കട്ടെ. പോണ കാര്യത്തില് പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഇത്ത ഞങ്ങൾക്ക് വേണ്ടി ദുആ അരക്കണം. പടച്ചോ നല്ലതേ വരുത്തൂ കുട്ടിയാലി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ വരട്ടെ സബ്ര. പോയി വരീം. ഉമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. സൈനവ, നസീമ, കുട്ടിയാലിക്ക് പോയിട്ട് വരാം. ദുബായിൽ ചെന്ന ഉടനെ ഞാൻ കത്തയക്കാം. നസീമ, നീ എങ്കിലും നന്നായിട്ട് പഠിക്കണം. ഞാൻ പോയിട്ട് വരാം.
ഉമ്മ ഞാൻ പോകുന്നു ഉമ്മ. അല്ലാഹു എന്റെ മോനെ നല്ലത് വരുത്തട്ടെ. കരയില്ല. ഇക്കൊക്കെ ദുബായിൽ നിന്ന് വരുമ്പോ ഒരുപാട് കാശുമായിട്ട് വരും. ഇവിടെ വന്നിട്ട് ഓട്ടം ഞാൻ. ഈ ഓട്ടം നേരെ ഓടിയാണെങ്കിൽ ദുബായിൽ എത്തിയാലേ ആ സമീപം നിങ്ങളുടെ ഈ ട്രെയിനിൽ മറ്റ് 6 പേര് വരാനുണ്ടായിരുന്നു. 2 പേരെ കാണാനില്ല. ആ 2 പേര് ഇത് കയറും. വേറെ ടാക്സിക്ക് പോകുന്നുണ്ട്. അമ്മ എനിക്കറിയാം. കേറ് സ്വാമി. കേറ് പാല. നീ ഇരിക്കും സ്വാമി. ആ വിട്ടോ. എന്താ മിസ്റ്റർ അയ്യർ ഇത്രയും ചെറിയ ലഗേജ്? சின்ன சாமானும் பெரிய சுகம். பிளஸ் லகேஜ் மார் கம்ஃபர்ட். எங்க இருக்கு? இல்ல நம்ம ஆண்டி வந்து அதுக்கு பக்கத்துல இருக்காரு, கொஞ்சம் பார்க்கணும், அவ்வளவுதான். സ്വാമി കുഴപ്പമൊന്നും ഉണ്ടാക്കിക്കരുത്. നാളത്തെ ഫ്ലൈറ്റിൽ പോകാനുള്ളതാ. വരും. എല്ലാവരും കുളിച്ച് റെഡി ആയിരിക്കും. 1 മണിക്കൂറിനുള്ളിൽ കാർ അയക്കും. നേരെ ബോസിന്റെ അടുത്ത് പോകണം. ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്താൽ എഗ്രിമെന്റ് ഫോം ഒപ്പിടണം. പിന്നെ ചില ഫോർമാലിറ്റീസും. എന്നാ ഞാൻ വരട്ടെ. പിന്നെ കമ്പനിയുടെ പേരിലെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ആഹാരമല്ലാതെ വല്ല മദ്യവും മറ്റോ കഴിച്ചാൽ കയ്യിൽ നിന്ന് കൊടുത്തോണം. என்ன பாத்துட்டு இருக்க? வாங்க போலாம். ഇത് എന്താണെന്ന് അറിയാവോ? ദന്നൊന്നരം കോയമ്പ് നമ്മുടെ ഉമ്മ കാച്ചിയതാണ്. അയ്യാ ഒന്ന് മനസ്സ് നോക്ക് പാഹയാ. പല നീ വേഗം കുളിക്ക്. നാളെ നമുക്ക് പോണ്ടതല്ലേ. അതിന് മുമ്പ് ബൊമ്പായൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കാറാം. ചെല്ലി പോ. പല ദന്നൊന്നരം കോയമ്പ് ദുബായി കിട്ടുവോ? കുട്ടികൾക്കൊന്ന് സമാധാനപ്പെടുന്നേ. നമുക്ക് സംഘടിപ്പിക്കാം, കിട്ടും. ബാല ഈ തടിയുടെ രഹസ്യം എന്താണെന്നറിയാം? ഉമ്മാടെ ദന്നൊന്നരം കോയമ്പ്. പിടിക്കട്ടെ. കുയിലിനെ തേടി കുതിച്ച് പായും മാര പട്ടുകുപ്പായക്കാര. പട്ടുകുപ്പായം കീഴൊരു കില്ലം തോർത്താണുള്ളത്. അവിടെ ഒരു കാർപ്പറ്റും മാങ്ങാത്തൊലിയും മണ്ണാങ്കട്ടെയും. കുളിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല കുട്ടികൾക്കാ. അല്ല ചതിച്ചാ. ഞമ്മ ഉമ്മാടെ ദന്നൊന്നരം കോയമ്പാണ് തേച്ചാക്കുന്നത്. ഒന്ന് വിളി.
ബോയ് വിളി. അരെ ബോയ്, രണ്ട് വർത്താനം പറഞ്ഞു കൊടുക്ക്. നീയല്ലേ വിളിച്ചത്? പറ. വെള്ളം പാനി വാട്ടർ ദണ്ട കരം കുളിക്കാൻ. അവനിക്ക് പെരുത്ത് മനസ്സിലായി. അവൻ അച്ഛനെ കുളിപ്പിക്കാൻ പോയേക്കാണ്. അച്ഛനെ? എടാ ബാല, ഈ ബുദ്ധിയില്ലാത്തവരോട് നീ കാണിക്കുന്ന നിന്റെ ബുദ്ധി ഉണ്ടല്ല, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നടാ ബാല. ഈ ബുദ്ധിയും കൊണ്ട് നീ ദുബായിക്ക് വാ. വന്നേ വന്നേ വന്നേ. पानी आ गया, ऊपर का टैप बंद था. बंद बंद ബന്ധ ബാല, ബന്ദ് മേടിച്ചാണ് ഞമ്മ കേരളത്തിൽ നിന്ന് ബോംബായിക്ക് വന്നത്. ഇവിടെയും ബന്ധാ. അല്ല ബാല, നമ്മുടെ ദുബായിൽ ബന്ധുണ്ടാവും. അവിടെ ബന്ധമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ദുബായ് അല്ലേ. ഞാനൊന്ന് അപ്പളേ എന്റെ പൊന്നുവൻ ഇങ്ങോട്ട് നിന്ന് കോയമ്പാണ് തേച്ചേക്കണത്. അവന്റെ പാനി എപ്പ നിൽക്കും അറിഞ്ഞൂടാ. ഞമ്മ തേച്ചിയായി കളയട്ടെ. അല്ല ബക്കറ്റ് ബക്കറ്റൊന്നും വേണ്ട. കുയിലിനെ തേടി കുതിച്ച് പായും മാരാ പട്ടുക്കു. പിന്നെ തുറക്കല്ലേ, കുറ്റിയില്ല. ബാലകൃഷ്ണൻ ചെല്ലി ധൈര്യം. ഗുഡ് മോർണിംഗ് സർ. Good morning. What's your trade? ഓട്ടോമൊബൈൽ മെക്കാനിക്. Which certificate hai? പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ ട്രേഡ് പാസ്പോർട്ടിലുണ്ട്. अच्छा. कितने साल का एक्सपीरियंस है? 6 years. Okay. Contract sign करो. താങ്ക് യു സർ. 2 വർഷത്തേക്ക് അവരുടെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റില്ല. எப்படி இருந்தா after 2 years 2 வருஷம் தாண்டினாக்க we can come to some other company. പിന്നെ കുട്ടികൾക്ക് അവർ ഹിന്ദിയിൽ എന്തെങ്കിലും ചോദിക്കും, മനസ്സിലായില്ലെങ്കിലും ബാബുനോട് ചോദിച്ചേക്കണം. അധികം വേറ്റി. മിസ്റ്റർ മുഹമ്മദ് കുട്ടിയാലി. കുട്ടിയാലിയാ? ആരാണ്ട ഈ മുഹമ്മദ് കുട്ടിയാലി? അയ്യേ, ഞമ്മക്ക് ഒക്കൂല. ഞമ്മക്ക് ഞമ്മ പോണോ? പല ഞാൻ പോയിട്ട് വരാം. പടച്ചോനെ ഞമ്മക്ക് ശക്തി തന്നെ. ये क्या काम करेगा? बहुत नाजुक है. इसे जरा उठ बैठ कराओ. ഒരു 5-6 പ്രാവശ്യം ഇരുന്ന് എഴുതണം. മതി മതി, ലേബർ ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. என்ன கான்ட்ராக்ட் சைன் பண்ணியாச்சா? ഓവർ ടൈം ഉണ്ടായാൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതിന് ഡബിൾ പേ കിട്ടും, ശമ്പളത്തിന് പുറമെ. എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാർ. साल में 1.5 महीने की छुट्टी मिलेगी. आने जाने की टिकट भी. ये बुद्धू लगता है, साले को समझाओ. വർഷത്തിൽ 40 ദിവസത്തെ അവധി തരും. പിന്നെ നാട്ടിൽ പോയി തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കമ്പനി തരും. മനസ്സിലായോ? ആ ഫോമിൽ ഒപ്പിടിച്ചോളൂ. ഇതാ ഇവിടെ ഒപ്പിട്ടോളൂ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോന്ന് അതിനല്ലേ പ്രത്യേകം കമ്പി അടിച്ചതനുസരിച്ച് ഞമ്മ ഇത് കൊണ്ടുവന്നേക്കണത്. അവിടെ വെച്ചേക്ക്. നാളെ ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ഫ്ലൈറ്റ്. കൃത്യം 11:30 മണിക്ക് കാറുമായി ഹോട്ടലിൽ വരും. അവിടെ റെഡി ആയിട്ട് നിൽക്കണം. എന്നാ പൊയ്ക്കോളൂ. ഇവിടുത്തെ ഓരോ ചരക്കുകളുടെ വേഷവും ഭാവവും കണ്ട കണ്ണു തെള്ളിപ്പോവും. ഈ ബോംബെന്ന് പോകാനേ തോന്നുന്നില്ല. ഉഗ്രൻ ഉഗ്രൻ അപ്പാരമാ. സമ്മതിച്ച പറ്റി. അളിയ ദുബായിലൊന്നും കാണാൻ പറ്റൂല കേട്ടാ. എന്തൊക്കെയാ കുട്ടിയാലിക്ക് കാണിക്കുന്നത്? ഞമ്മള് ഗൾഫിലേക്ക് പോവുകയല്ലേ, അവിടെ ഒട്ടകമുള്ളൂ. ഞമ്മള് ഒട്ടകത്തിന്റെ പുറത്ത് സവാരി കേസിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ പൊട്ടിയത് നട്ടല്ലാണ്. നമുക്ക് ബേജാറായിപ്പോയു. ஆமா ஜஸ்ட் பிராக்டிஸ். അതെ അതെ, നട്ടല്ലാണ് പൊട്ടിയതേ.
എത്തി ഞമ്മക്കും താ ബാല 900 റിയാൽ. 1 റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര ഉറുപ്പിയുണ്ട്? 2.5 രൂപ. അപ്പൊ 900 1800 450 2350 ഇന്ത്യൻ ഉറുപ്പിയ അല്ലേ? കൊല്ലത്തി അവിടത്തെ 45 ദിവസത്തെ അവധി. അപ്പൊ ഇന്ത്യൻ ദിവസം എത്രയായി? 45 90 10 100 ദിവസം. അന്നൊന്ന് വിലസ. അപ്പൊ വേണം 2 പെങ്ങന്മാരുടെയും കല്യാണം ഒരുമിച്ച് നടത്താം. കയ്യിലുള്ള കായ് മുഴുവൻ നമുക്ക് നാളെ ധാം ധൂം അടിച്ച് തീർക്കാം. ഇന്ത്യ ഉറുപ്പി അവിടെ കൊണ്ടുപോയിട്ട് എന്തിനാടാ? അമ്മ ഇങ്ങോട്ട് ഇതൊക്കെ അറിയാവാ. അതെ മടുക്കയാ ആക്കെ ബിൽമേക. എടാ ബാല, അവൻ എന്റെ വാപ്പാക്ക് വിളിച്ചത് നീ കേട്ടിരുന്നല്ലോടാ. അവക്ക് കുട്ടികളെ ബാപ്പയ്ക്കാണോ വിളിച്ചത്? പിന്നെ നിന്റെ വാപ്പാക്കാണ് വിളിച്ചത്. അറാ പറഞ്ഞോ. अरे यार काम तो हो गया ना, अभी कुछ मुजरा उजरा हो जाए. കുടുങ്ങിയോ? മുദ്ര കാണാനിരുന്നാൽ കയ്യിലുള്ള പണമെല്ലാം തീരും. നീ വെറുതെ ഇരിഷ്ട. നമ്മുടെ ആ മെറ്റ പെണ്ണില്ലേ മലയാളി, അതിനവൾക്ക് മുദ്ര അറിയോ? എന്തിനാ മുജ്ര? ആശ നല്ല കണ്ടീഷനില് 2 കൂടി പിടിപ്പിച്ചു കൊടുത്ത സംഗതി ക്ലീൻ. പിന്നെ ഓട്ടം തുള്ളലല്ല, തെയ്യമല്ല, എന്ത് കണ്ടാലും മതി. എങ്ങനെയുണ്ട്? ആദ്രാം യഷ്കർണ്യം യഷ്ടിയം സ്വരം